ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പോകാൻ പോകുന്ന സ്ഥലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ഓൾറെഡി അതിനെപ്പറ്റി പണ്ടെങ്ങാനും ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ കാനഡ വന്ന ടൈമിൽ. അപ്പോൾ ആ ടൈമിൽ ഞാൻ പറയുന്നത് നമ്മുടെ കാനഡയിലെ അധോലോകം എന്നാണ്. കാനഡയിൽ അധികം ആർക്കും അറിയാത്ത നിഗൂഢതകൾ നിറഞ്ഞ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ ചെറിയ ബീച്ചിൽ അങ്ങനെ നിഗൂഢതകൾ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് അറിയാത്തതും അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലമാണ് നമ്മുടെ ചെറിയ ബീച്ച് എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ വീക്കെൻഡിലും പാർട്ടി ഉണ്ടാവും കേട്ടോ. പാർട്ടി എന്ന് പറഞ്ഞാൽ ചില്ലറ പാർട്ടിയൊന്നുമല്ല, ടെക്നോ, സൈ മുതലായ പാർട്ടികളാണ് ഇവിടെ നടക്കാറ്. ഇവിടെ ആൾക്കാർ വരുന്നത് ഇവരുടെ മ്യൂസിക് കാണാനാണെങ്കിൽ, ഞാൻ പോകുന്നത് ഇവരുടെ പോസ്റ്റേഴ്സും ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഇട്ട് തല അങ്ങ് കറക്കി കളി ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ. ഞാൻ പൊതുവേ ഇങ്ങനെയുള്ള പാർട്ടീസ് അറ്റൻഡ് ചെയ്യാൻ പോവാറില്ല. ഇങ്ങനെ ഇല്ലെന്നല്ല, ഒരു പാർട്ടീസും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എൻ്റെ മൈഗ്രെയിൻ എന്നെ സമ്മതിക്കാറില്ല. ലൈറ്റോ സൗണ്ടോ അടുത്ത വട്ടത്തിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ ആളെത്തും. അതുകൊണ്ട് തന്നെ ഒരു 5-10 മിനിറ്റ് ഇതിലൊക്കെ നടന്നിട്ട് ഞങ്ങൾ ഏതെങ്കിലും മൂലക്ക് പോയിരുന്ന് അവിടെ തീയൊക്കെ ഇട്ട് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും. ഞങ്ങൾ തിരിച്ചു വരാറാവുമ്പോഴേക്ക് ഒരുപാട് ആൾക്കാരായിട്ടുണ്ടായിരുന്നു കേട്ടോ. പുലർച്ചെ ഏതാണ്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ ചലിച്ചത്. പിന്നെ ഇവിടെ വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, റോഡ് സൈഡിലെങ്ങാൻ വണ്ടി ഇട്ടിട്ടെങ്കിൽ കയറി വന്നാൽ പാർക്കിംഗ് ടിക്കറ്റ് ഉറപ്പാണ് കേട്ടോ.